KSRTC സ്വിഫ്റ്റ് ബസ്സുകളിൽ യാത്രക്കാരുടെ സുരക്ഷ അപകടത്തിലാക്കി ചട്ടവിരുദ്ധ പരിഷ്കാരങ്ങൾ. ഡ്രൈവറുടെ ശ്രദ്ധ മാറ്റും വിധത്തിൽ വലിയ ശബ്ദാഘോഷങ്ങളോടെ വിനോദ പരിപാടികൾ സംപ്രേഷണം ചെയ്താണ് സർവീസ്. കേന്ദ്ര റോഡ് ചട്ടങ്ങൾ ലംഘിച്ചാണ് KSRTCയുടെ നടപടി. യാത്രക്കാരെ ആകർഷിക്കുന്നതിനായാണ് നിയമം കാറ്റിൽ പറത്തി KSRTC സ്വിഫ്റ്റ് ബസ്സുകളിൽ സിനിമയും മറ്റ് വിനോദ പരിപാടികളും പ്രദർശിപ്പിക്കുന്നത്. ബസിന്റെ ഡ്രൈവർ സീറ്റിന് തൊട്ടുമുകളിൽ TV സ്ക്രീൻ. ഇതിൽ വലിയ ശബ്ദത്തിൽ സംപ്രേഷണം ചെയ്യുന്നതാകട്ടെ സിനിമയും മറ്റ് വിനോദ പരിപാടികളും. 1998 ഒക്ടോബർ 22 പാല ഐങ്കൊമ്പിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് തീപിടിച്ച് 22 പേർ മരിച്ച ദുരന്തത്തെ തുടർന്നാണ് ബസ്സുകളിൽ ഓഡിയോ പോലും നിരോധിച്ചുകൊണ്ടുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിറങ്ങിയത്. ആ ഉത്തരവ് ഇതുവരെ റദ്ദു ചെയ്യപ്പെട്ടിട്ടില്ല എന്നിരിക്കെയാണ് ഡ്രൈവറുടെ ഏകാഗ്രതയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ വലിയ ശബ്ദഘോഷത്തോടെയുള്ള ഈ സിനിമാ പ്രദർശനം. ഏത് വാഹനത്തിലായാലും ഡ്രൈവറുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ശബ്ദ കോലാഹലം അത് അപകടത്തിലേക്ക് നയിക്കും. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇതേമാതിരിയുള്ള ഡ്രൈവറുടെ അറ്റൻഷൻ, ആ ഒരു കോൺസെൻട്രേഷൻ വിട്ടുപോകുമ്പോൾ അപകടത്തിലേക്ക് പോകും. അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷനായിരുന്ന ബഹുമാനപ്പെട്ട KJ ജോസഫ് സാറായിരുന്നു പിന്നെ DGP ആയി. ട്രാൻസ്പോർട്ട് കമ്മീഷനായിരുന്ന സമയത്ത് അദ്ദേഹമാണ് അങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയത്. അതായത് ബസ്സുകളിൽ, അതായത് സ്റ്റേജ് കാരിയർ ബസ്സുകളിൽ ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്ന ഓഡിയോ പാടില്ല എന്നുള്ളത്. പക്ഷേ അത് അദ്ദേഹം റിട്ടയർ ആയിപ്പോയി. പിന്നെ പുതിയ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചാർജ് എടുത്തപ്പോൾ എന്തൊക്കെ പഴയ സർക്കുലർ ഉണ്ടെന്ന് അവർ നോക്കിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. യാത്രക്കാർക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകുന്നതിന് മാത്രമായി പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിൽ വ്യവസ്ഥയുണ്ട്. എന്നാൽ സിനിമ ഉൾപ്പെടെയുള്ള വിനോദ പരിപാടികൾ പ്രദർശിപ്പിക്കുന്നതിനോ ഗാനങ്ങളും മറ്റും പ്രക്ഷേപണം ചെയ്യുന്നതിനോ ഈ വ്യവസ്ഥ അനുവദിക്കുന്നില്ല. ഡ്രൈവർ ക്യാബിൻ വേർതിരിച്ചിട്ടുള്ള ദീർഘദൂര അന്തർ സംസ്ഥാന ബസ്സുകളിൽ വിനോദ പരിപാടികൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള പ്രത്യേക അനുമതി സ്വിഫ്റ്റ് ബസ്സുകൾക്ക് ലഭിച്ചിട്ടുമില്ല. കേന്ദ്ര ചട്ടങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാണ് യാത്രക്കാരുടെ സുരക്ഷ പണയം വച്ച് KSRTC നിരുത്തരവാദപരമായി സർവീസ് നടത്തുന്നത്. യാത്രക്കാർ കയറണം, KSRTC ലാഭത്തിലുമാകണം. എന്നാൽ അതിനെല്ലാം മീതെയാണ് യാത്രക്കാരുടെ സുരക്ഷ എന്നത് മറക്കരുത്. വീഡിയോ ജേർണലിസ്റ്റുകളായ പ്രദീപ് കുമ്പിടിക്കും ജിതിൻ മാങ്ങാനത്തിനുമൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.